കരയിൽ വെച്ച് ഉപയോഗിക്കുന്ന മോണോബ്ലോക്ക് അല്ലെങ്കിൽ ജെറ്റ് പമ്പിനെ സബ്മേഴ്സിബിൾ പമ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെയ്ത്ത് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷാഫ്റ്റ് ഈ ഭാഗമെല്ലാം തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകിൽ വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഷാഫ്റ്റ് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതിലിപ്പോൾ ഷാഫ്റ്റ് മാറ്റിയാണ് എടുത്തിരിക്കുന്നത്. SS-ൻ്റെ റാഡ് വാങ്ങിക്കൊടുത്ത് ലെയ്ത്തിൽ റെഡിയാക്കി എടുത്തതാണ്. ഒന്നുകിൽ SS റാഡിൽ ഹോളിടും, റാഡിൻ്റെ എൻഡിൽ ഹോളിടും, ഇട്ടിട്ട് അതിനകത്ത് കയറുന്ന അളവിന് ഈ ഷാഫ്റ്റിനെ കട്ട് ചെയ്തിട്ട് ടൈറ്റായിട്ട് തട്ടി ഇറക്കിയതിന് ശേഷം പുറം ഭാഗം വെൽഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മില്ലിങ്ങും കീവയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ബെയറിംഗ് സൈസ്, ഈ ഭാഗത്ത് ഓയിൽ സീൽ വരും. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക് അടപ്പിൽ ഒരു പ്ലഗ് ഇട്ട് അടയ്ക്കാനായിട്ട്, ഇതുവഴിക്ക് ഓയിൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് നീളം കുറച്ചിട്ടുണ്ട്. ഇത് പുറത്തേക്ക് ലീഫ് സെറ്റ് ചെയ്യാനുള്ള ഭാഗമായിരുന്നു, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബെയറിങ്ങിൻ്റെ അത് പോയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പീസിൽ ഈ ഭാഗത്ത് ഒരു സ്ലീവ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഓയിൽ സീൽ വരുന്നത്. ഓയിൽ സീലിനുള്ള സൈസും ചെയ്തെടുത്തിട്ടുണ്ട്. ബെയറിങ് ഈ ഭാഗത്ത് വരും, ഈ ഭാഗത്ത് ഓയിൽ സീൽ വരും. അപ്പോൾ 2 സീലാണ് വരുന്നത്. അപ്പോൾ അതും അവർ ലെയ്ത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചെയ്തു തന്നതാണ്. അപ്പോൾ ഇതുവഴിക്ക് വെള്ളം കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റിലത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഈ 3 ഹോള് അടയ്ക്കണം. അപ്പോൾ അതിന് ബോൾട്ട് കയറുന്ന കണക്കിന് പിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിരി ടൈറ്റ് ചെയ്തതിന് ശേഷം മറു സൈഡിൽ ഒരു നട്ടും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്താണ് നിർത്തുന്നത്. അപ്പോൾ ഒരാളുടെ ഇട്ട് പിരിയിൽ ഈ ബോൾട്ടിനെ ടൈറ്റ് ചെയ്തിട്ട് അതിലൊരു ലോക്ക് നട്ട് കൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഒരു രീതിയിൽ ലീക്ക് വരില്ല. അപ്പോൾ അത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് അകത്തൊരു ലോക്ക് നട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ ഒരാളുടെ ഉണങ്ങിയതിന് ശേഷമേ ബാക്കി വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിൽ പുതിയ ബെയറിംഗ് സെറ്റ് ചെയ്യുമ്പോൾ, ഈ ഷാഫ്റ്റിൽ പുതിയ ബെയറിംഗ് സെറ്റ് ചെയ്യുമ്പോൾ, പഴയ ബെയറിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, പഴയതായിരുന്നാലും ബെയറിങ്ങിനുള്ളിൽ വരുന്ന ഗ്രീസ് എടുത്ത് കളയണം. ഗ്രീസ് ക്ലീൻ ചെയ്തിട്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ക്ലീൻ ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്യണം. കാര്യം ഓയിൽ ഒഴിക്കുമ്പോൾ ഈ ഗ്രീസ് ആ ഓയിലിൽ മിക്സ് ആവും. അപ്പോൾ ഈ ഗ്രീസെല്ലാം മാക്സിമം തുടച്ചെടുക്കാൻ പറ്റുന്ന അത്രത്തോളം തുടച്ച് മാറ്റണം. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഷാഫ്റ്റിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റോട്ടറിൽ 2 സൈഡും ബെയറിംഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിൽ സീൽ സെലക്ട് ചെയ്യുമ്പോൾ സെയിം സൈസേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ചെറിയ സൈസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ ഇത് വരുന്നതുകൊണ്ട്, നമ്മുടെ വാട്ടർ സീൽ വരുന്നതുകൊണ്ട്, വാട്ടർ സീൽ 19 mm ആണ്. അപ്പോൾ അതിൻ്റെ വലുത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് ബെയറിംഗ് വരുന്നതുകൊണ്ട് അതിനേക്കാളും വലിയ സൈസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബെയറിംഗ് പിന്നെ ഇറക്കാൻ പറ്റില്ല, ഇവിടെ വലിയ സൈസായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ സെയിം സൈസ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നർ 19ഉം ഔട്ടർ നമുക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിന് അനുസരിച്ച് ഇതിൽ ഈ ഭാഗത്തെ സീലിൻ്റെ ഔട്ടർ സൈസ് വരുന്ന അളവിന് ഈ സ്ലീവ് ചെയ്യണം. അതേ ഉള്ളൂ, ഈ സ്ലീവിൻ്റെ ഇന്നർ സൈസ് ചെയ്യണം. ഈ സീൽ അതിൽ ടൈറ്റായിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ചെയ്യണം. അതേ ഉള്ളൂ. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് 19, 32, 7 സീൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷാഫ്റ്റ് സൈസ് 19 അത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈസ് 32 അപ്പോൾ അത് നമുക്ക് 30 mm വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, 35 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് കവറിനകത്ത് ലെയ്ത്ത് വർക്ക് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ആ സ്ലീവിൻ്റെ ഇന്നർ സൈസ് ആ അളവിന് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിനകത്ത് ഓയിൽ സീൽ സെറ്റ് ചെയ്യണം. ഈ സൈഡിൽ വാട്ടർ സീൽ മാറ്റണം. അപ്പോൾ വാട്ടർ സീലിൻ്റെ 2 പീസുണ്ട്. അപ്പോൾ അതിൽ ഈ ഫ്ലാഞ്ചിനകത്തിരിക്കുന്ന പീസ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റബ്ബർ ബുഷുണ്ട്. റബ്ബർ കവറിട്ടിട്ടാണ് ആ സെറാമിക് പീസ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അത് പഴയത് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡിൽ കുറച്ച് അനാബോണ്ട് അല്ലെങ്കിൽ അറാൾഡേറ്റ് ഇട്ട് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഇതുവഴിക്ക് ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ ഇതിൽ ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു കാരണവശാൽ സ്ക്രാച്ച് വീഴാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പിക്കുന്നതെല്ലാം നമ്മൾ വുഡൻ പീസ് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി ബാക്കി ഭാഗങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ബാക്കി ഇതിൻ്റെ റോട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിനി ഇതിൻ്റെ ഓയിൽ സീൽ സെറ്റ് ചെയ്യാം. ഓയിൽ സീൽ ഇതിനകത്തോട്ട് കമഴ്ത്തി വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഭാഗത്ത് ലൈറ്റായിട്ട് ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അടുത്ത സീലും കൂടെ ഇതിനകത്ത് ഇറക്കി വയ്ക്കാം. അപ്പോൾ അത് മട്ടത്തിന് വെച്ചാൽ മതി. കാര്യം രണ്ട് സീലിൻ്റെ ഇടയിലായിട്ട് അല്പം ഗ്യാപ്പ് വരുമ്പോൾ അവിടെ കുറച്ച് ഓയിൽ നമുക്ക് നിറച്ച് വിടാൻ പറ്റും. അപ്പോൾ ആ ഓയിൽ അവിടെ നിൽക്കുമ്പോൾ ഈ സീലിന് പെട്ടെന്ന് തേയ്മാനം വരില്ല. അപ്പോൾ ഇതിനകത്ത് രണ്ട് സീലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സീലിൻ്റെ സെറാമിക് പീസ് അനാബോണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി റോട്ടർ ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഈ അലുമിനിയം കൂളിംഗ് ഫാനാണിത്, വൈൻഡിങ് തണുപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഓയിലിനകത്ത് ഇത് കിടന്ന് ഓടുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും, ഓയിലിങ്ങനെ ഫുള്ള് മിക്സായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിലെ ഈ കൂളിംഗ് ഫാനിൻ്റെ ലീഫുകളെല്ലാം ഈ പല്ല് പോലെ നിന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ രണ്ട് സീലിൻ്റെ ഇടയിലായിട്ട് ഓയിലിടണം. മാക്സിമം ഇടാൻ പറ്റുന്നത് ഇപ്പോൾ ഇടുക. അതിന് ശേഷം ഷാഫ്റ്റ് കയറ്റിയിട്ട് ഒരു സീലിൻ്റെ ലെവലിൽ ഷാഫ്റ്റ് നിർത്തിയിട്ട് ഫ്രണ്ടിൽ കൂടെ ടോപ്പ് സൈഡിൽ കൂടെ മാക്സിമം ഇടാൻ പറ്റുന്ന അത്രയും ദൂരം ഓയിൽ ഫില്ല് ചെയ്ത് വിടണം. അപ്പോൾ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓയിലിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് ഫുള്ള് ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ളകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനുള്ളിലും കുറച്ച് ഓയിലിട്ട് കൊടുക്കണം, നമ്മുടെ വാട്ടർ സീലിൻ്റെ ഇടയിലായിട്ട് വരുന്നതിന് വേണ്ടി. അതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സീല് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സീൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ റിങ്ങുണ്ട്. കിർലോസ്കറിൻ്റെ മിക്കവാറും എല്ലാ മോട്ടറുകളിലും വരുന്നതാണിത്. അപ്പോൾ ഈ റിങ് ഇട്ടിട്ടാണ് ഇമ്പല്ലർ സെറ്റ് ചെയ്യുന്നത്. അതിനുള്ള കീ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കീ സെറ്റ് ചെയ്യാം. ഇനി ഇമ്പല്ലർ ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ പ്രസ്സിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇമ്പല്ലർ സെറ്റ് ചെയ്ത് നട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ത്രെഡ് വരുന്ന ഭാഗം അല്പം കൂടുതലായിപ്പോയി, നീളം കൂടുതലായിപ്പോയി. അത് കുഴപ്പമില്ല. ഇനി വൈൻഡിങ് പാർട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് സ്റ്റഡ് സെറ്റ് ചെയ്യണം ആദ്യം.
ഈ സൈഡിൽ അനാബോണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കവറിൽ അനാബോണ്ട് ഇട്ടെടുക്കണം. അപ്പോൾ ഇതിൽ അനാബോണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി വൈൻഡിങ് പാർട്ട് ഇതിൽ സെറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ വൈൻഡിങ് പാർട്ടിൻ്റെ ഈ ഭാഗം സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ടോപ്പിൽ തന്നെ വയ്ക്കണം. കാര്യം ഈ മോഡൽ ടോപ്പിൽ വയ്ക്കുന്നതിൽ വേറെ പ്രശ്നമില്ല. കാര്യം എല്ലാ സൈഡും ഒരുപോലെ തന്നെയാണ്. ടോപ്പിൽ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിനകത്തോട്ട് ഇറക്കുകയും മുകളിലേക്ക് കയറ്റുകയും ചെയ്യുന്ന സമയത്ത് ഈ കേബിൾ ചുവരിൽ ഉരഞ്ഞിട്ട് സൈഡിൽ പിടിച്ചിട്ട് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ കേബിൾ മുകളിലോട്ട് വിടുന്നത്. അതിൽ 2 സ്റ്റഡ് നീളം കൂടിയതും 2 സ്റ്റഡ് നീളം കുറഞ്ഞതുമാണ്. അപ്പോൾ ഈ നീളം കൂടിയത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നീളം കുറഞ്ഞതും ടൈറ്റ് ചെയ്യാനുള്ള പിരി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ സ്റ്റഡ് ഇട്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് മാറി മാറി ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇതിലിട്ട സ്റ്റഡ് നീളം കുറവാണ്. അപ്പോൾ ഇതിൽ വേറെ സ്റ്റഡ് തന്നെ ഇടണം. അപ്പോൾ സ്റ്റഡ് പിന്നീട് വാങ്ങി സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഓപ്പോസിറ്റ് സ്റ്റഡ് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇതിൽ അനാബോണ്ട് ഉണങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഓയിൽ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഹോള് ഈ പ്ലഗ് ഉപയോഗിച്ച് അടയ്ക്കാം. അപ്പോൾ ഈ പ്ലഗിൽ ഒന്നുകിൽ അനാബോണ്ട് അല്ലെങ്കിൽ അറാൾഡേറ്റ് എന്തെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് വേണം ഈ ഹോൾ അടയ്ക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അതുവഴിക്ക് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലിപ്പോൾ അനാബോണ്ട് ഉപയോഗിച്ചാണ് ഈ പ്ലഗ് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. ഈ പ്ലഗിൽ അനാബോണ്ടെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് കവറും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കേബിൾ വരുന്ന ഭാഗത്ത് ഒരല്പം MC-യിലും വയ്ക്കണം. അപ്പോൾ ഇമ്പല്ലറിൻ്റെ കവർ ഇതുപോലെ ഇവിടെ ഈ ഭാഗത്ത് വെച്ച് ടൈറ്റ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ടോപ്പിൽ ഡെലിവറി ഫ്ലാഞ്ച്, വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള ഫ്ലാഞ്ചും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഫ്ലാഞ്ച് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ള ഒരു ഫ്ലാഞ്ചാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അതിന് ഹോൾ അല്പം മാറ്റി ഇടേണ്ടി വരും. ഇതിലുള്ള ഹോൾ സൂട്ടാവില്ല. അപ്പോൾ അത് ആ ഫ്ലാഞ്ചിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു സൈഡ് ഈ പഴയ ഹോളിനെ ഉപയോഗിക്കും, ഒരെണ്ണം അല്പം മാറ്റി ഫ്ലാഞ്ചിന് കറക്റ്റ് ചെയ്ത് ഒരു ഹോളിട്ട് ഇതിൽ ടൈറ്റ് ചെയ്ത് വിടും. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ മോട്ടറിൻ്റെ സൈഡിൽ ചെയ്യാനുള്ള വർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാഞ്ചും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഈ കേബിൾ പുറത്തേക്ക് എടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് കുറച്ച് MC-യിൽ വെച്ച് കവർ ചെയ്ത് വിടണം. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ അറാൾഡേറ്റ് കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട്
അവിടെ കുറച്ച് MC വെച്ച് കവർ ചെയ്ത് വിടണം. പിന്നെ ഈ കേബിളിനെയും കറക്റ്റ് ചെയ്ത് വെച്ച് ഒരു കെട്ട് മോട്ടറിൽ കെട്ടി വിടുന്നത് നല്ലതാണ്. കാര്യം കിണറ്റിനകത്തേക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ കേബിളിൽ ലോഡ് വരികയാണെങ്കിൽ മോട്ടറിനുള്ളിൽ നിന്ന് കേബിള് വലിഞ്ഞ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ കേബിൾ വലിഞ്ഞിരുന്നാലും ഈ ഭാഗത്തോടുകൂടെ നിൽക്കും, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.